ബഷീറിന്റെ പെങ്ങള്. ഇതെന്റെ ആട്, ഇതിന് ആർക്കും കണ്ടുകൂടാ. ഇവളെല്ലാം കട്ടുന്നത്ര. എന്നെ എനിക്കിതിന് പെരുത്തിഷ്ട. ഈ ആട്ടുംപാല് വിറ്റിട്ട് 5-6 ആള് കഴിയുന്നത്. എന്നാ എല്ലാരും കൂടി വേണ്ടി പാല് കെട്ട് കുടിക്കും. ഞാൻ എന്താ ചെയ്യാ? പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുമോ? നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ പനനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും. ബഷീറിന്റെ പെങ്ങള്. താത്തയുടെ പൊന്നുമോളാണ്, നാട്ടിലെ ചേലുള്ള പെണ്ണാണ്, ബാപ്പാടെ പൊന്നാറ മോളാണ്, ബാപ്പാടെ കൊച്ചു ബിയാത്തു. ഈ ആട് എപ്പം പോയിട്ട് പാത്രം നിലത്തിടും. പ്രിയപ്പെട്ട സാറാമേ, ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുലഭലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എന്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എന്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമയോടുള്ള പ്രേമത്തിൽ. മുഹമ്മദ് ബഷീർ വൈക്കം തലയോലപ്പറമ്പിൽ ജനിച്ച് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ സഞ്ചരിച്ച് സ്വജീവിതത്തെ നർമ്മവും ധർമ്മവും നിറഞ്ഞുതുളുമ്പിയ ശൈലിയിലുള്ള കഥകളിലൂടെ മലയാളികളുടെ മനസ്സിൽ കുടിയേറിപ്പാർത്ത ബേപ്പൂർ. എന്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനായിരിക്കും, കരഞ്ഞതും ഞാനായിരിക്കും. കാരണം അതൊക്കെയും എന്റെ അനുഭവങ്ങളായിരുന്നു. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോ